ചില സംഘടനകളുടെ കൂടിക്കാഴ്ചകൾ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് സംഘടനകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ PMOയിൽ തന്നെ അവരെ കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ സ്വാഭാവികമായിട്ടും വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാനത്ത് ഈ സ്ത്രീ സംവരണം പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കുമെന്ന് പറയുമോ? അല്ല, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കൊടുക്കുന്ന പാർട്ടി കഴിഞ്ഞ തവണ എല്ലാം പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ പോലും എല്ലാ സമയത്തും ഞങ്ങൾ സ്ത്രീകൾക്ക് നല്ല പെർസെൻറ്റേജ് സീറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. മറ്റേ കേരള സംസ്ഥാന ഘടകത്തിൽ 10 വർഷമായി ഞങ്ങൾ 33% ഭാരവാഹിത്വം സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുകയാണ്. നിങ്ങളത്തരം വാർത്തകളൊന്നും കൊടുക്കുകയോ അല്ലെങ്കിൽ അതൊന്നും കാണാതിരിക്കുകയോ ചെയ്യുന്നതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ സ്ത്രീകൾക്ക് 33% എല്ലാ പദവികളും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ മണ്ഡലം പ്രസിഡന്റുമാർ 22 പേര്, അതായത് പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ 22 പേര് കേരളത്തിൽ വനിതകളാണ്. ആയിരക്കണക്കിന് ബൂത്ത് പ്രസിഡന്റുമാർ ഞങ്ങൾക്ക് വനിതകളാണ്. ഇത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ പ്രാക്ടീസ് ചെയ്യാത്തൊരു കാര്യമാണ്. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എല്ലാ മേഖലയിലും ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഒരു പാർട്ടിയാണ്. എന്താ സംശയം? സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ഞങ്ങൾ കൊടുക്കാറുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇത്തവണയും അത് തന്നെ ആവർത്തിക്കും. പാർലമെന്റ് അല്ല, ഇതിപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികൾ പ്രചാരണം അത് തന്നെ അല്ലാതെ മറ്റെന്താണ്? തീർച്ചയായിട്ടും അതൊരു പ്രചാരണം തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നടത്തുന്ന ഒരു പ്രചാരണമല്ല. പ്രധാനമന്ത്രി കേരളത്തിൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു, കേരളത്തിലെ യുവാക്കളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള സമ്മേളനം ഞങ്ങൾ വിളിച്ചിരുന്നു. ആ സമ്മേളനത്തിൽ യുവമോർച്ച പ്രവർത്തകർ മാത്രം വന്നതല്ല, ഇതുപോലെ യുവ സമൂഹത്തിനിടയിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവാക്കളെ ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. അന്ന് അഭൂതപൂർവമായിട്ടുള്ള പ്രതികരണമാണ് കൊച്ചിയിൽ കിട്ടിയത്. ആ സമയത്ത് തന്നെ ഞങ്ങൾ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചതായിരുന്നു, ഇതേപോലെ സ്ത്രീകളുടെ ഒരു സമ്മേളനം ഞങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സാന്ദർഭികവശാൽ എല്ലാം കൂടി ഒത്തുവന്നത് ഈ ഒരു വനിതാ സംവരണ ബിൽ പാസ്സാക്കിയതിന് ശേഷമായതുകൊണ്ടാണ് ഇതിനൊരു പ്രത്യേക പ്രാധാന്യം. സ്ഥാനാർത്ഥിത്വമൊന്നും സമ്മേളനങ്ങളിൽ പ്രഖ്യാപിക്കുന്ന പാർട്ടിയല്ല BJP. BJPയുടെ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശങ്ങളുണ്ട്, പ്രോസസ്സുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപിയെക്കുറിച്ച് മാത്രം നിങ്ങൾ വല്ലാതെ വേവലാതിപ്പെടേണ്ട. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഞാൻ ആവർത്തിച്ച് പറയാറുള്ളതാണ്, സുരേഷ് ഗോപി പരാജയപ്പെട്ടിട്ടും കഴിഞ്ഞ 5 വർഷം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ചർച്ചകൾ സ്വാഭാവികമായിട്ടും വരുമല്ലോ. സുരേഷ് ഗോപി സിറ്റിംഗ് MPയേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ടുള്ള, ജനങ്ങളെ സേവിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. ചുമരെഴുത്തുകൾ വായിച്ച് മനസ്സിലാക്കാൻ മാധ്യമങ്ങളും തയ്യാറാവണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാലത്തിൻ്റെ ചുവരെഴുത്ത്. എന്താ സംശയമുള്ളത്? കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവും എന്ന് ഉറപ്പിച്ച് ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തിയ സമയത്ത് 3 ലക്ഷം വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആ ചുവരെഴുത്ത് നിങ്ങൾ വായിക്കുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള സത്യം. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം വാചകങ്ങളിലൂടെയല്ല, ജനമനസ്സിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പതിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾക്ക് ആശങ്കയേ ഇല്ല.